ഇനി നമ്മളിവിടെ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ലാംഡ ഫംഗ്ഷനാണ്. ലാംഡ ഫംഗ്ഷനെ അനോണിമസ് ഫംഗ്ഷൻ എന്നും പറയാം. കാരണം ഈ ഫംഗ്ഷന് പേരില്ല, അതുകൊണ്ടാണ് ഇതിനെ അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സാധാരണ നമ്മളൊരു സംഖ്യയുടെ സ്ക്വയർ കാണാനായിട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. DEF എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. എന്നിട്ട് അതിനൊരു നെയിം കൊടുക്കും, സ്ക്വയർ എന്നാണ്. എന്നിട്ട് അതിനൊരു പാരാമീറ്റർ കൊടുക്കും. അത് ഇവിടെ എക്സ് ആണ്. റിട്ടേൺ എക്സ് ഇൻറ്റു എക്സ്. അപ്പം എക്സ് സ്ക്വയർ റിട്ടേൺ ചെയ്യും. പ്രിൻറ്റ് സ്ക്വയർ ഓഫ്, പിന്നെ പാരാമീറ്ററിൻ്റെ വാല്യൂ കൊടുക്കും 10. അപ്പോൾ ഇവിടെ 10² 100 എന്ന് പ്രിൻറ്റ് ചെയ്യും. അതാണ് നമ്മൾ സാധാരണ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ആക്ച്വലി ഇവിടെ 3 ലൈൻ കോഡാണ്. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് 2 ലൈൻ കോഡുണ്ട്. പക്ഷേ നമുക്ക് അനോണിമസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ലാംഡ ഫംഗ്ഷൻ ആണെങ്കിൽ L ലാംഡ എന്ന് പറയുക, പാരാമീറ്റർ കൊടുക്കുക എക്സ്, അത് കഴിഞ്ഞ് കോളൻ ഇട്ടിട്ട് എക്സ്പ്രഷൻ എഴുതുക എക്സ് ഇൻറ്റു എക്സ്, ദെൻ പ്രിൻറ്റ് L, ആ പാരാമീറ്ററിൻ്റെ വാല്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ 5² എന്ന് പ്രിൻറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ 5² 25 എന്ന് ഇവിടെ പ്രിൻറ്റ് ചെയ്യും. ഇവിടെ 100 എന്ന് പ്രിൻറ്റ് ചെയ്യും. ഇവിടുത്തെ ഒരു കാര്യം നമുക്ക് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ആദ്യത്തെ 100 എന്ന് പ്രിൻറ്റ് ചെയ്തു. ഇവിടെ 25 എന്ന് പ്രിൻറ്റ് ചെയ്തു. ഇനി ഈ 5ന് പോലെ നമ്മൾ 6 ആണെങ്കിൽ 6 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് 36 എന്ന് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു കാര്യം, നമ്മൾ ഈ ലാംഡ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഒരു പാരാമീറ്ററും ആണ്, ഒന്ന് കൂടുതൽ പാരാമീറ്റർ നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ ഒറ്റ എക്സ്പ്രഷൻ പറ്റുള്ളൂ. ഇവിടെ എക്സ് എന്ന് പറയുന്ന പാരാമീറ്ററാണ്, x² ആണ് ഇവിടുത്തെ എക്സ്പ്രഷൻ. അപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ പാരാമീറ്റർ വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ എക്സ്പ്രഷൻ ഒന്നേ പാടുള്ളൂ. ഇത് വളരെ ഈസി ആയിട്ടുള്ള നമുക്ക് ലൈൻ കോഡ് എഴുതുമ്പോൾ വളരെ കുറച്ച് കോഡ് എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഇനി 6ന് പകരം ഇവിടെ നമുക്ക് ഏത് സംഖ്യയും 6ന് പകരം 30 കൊടുക്കുമെന്ന് വിചാരിക്കുക. കണ്ടോ, 900 എന്ന് പ്രിൻറ്റ് ചെയ്തു. ഓക്കെ.